ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസിലൊന്നാണ് കപ്പ ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കപ്പക്കൂട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് മാറ്റി വെക്കണേ. എന്നിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കുറച്ച് മതി, എത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്ക് വലിയുള്ളി മുറിച്ചിട്ട് അതും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിയും പച്ചമുളകുമാണ്. അങ്ങനെ തക്കാളിയും പച്ചമുളകും ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. കിച്ചൺ ട്രഷേഴ്സിൻ്റെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇട്ടാൽ മതി. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. നല്ല എരിവൊക്കെ വേണമെന്നുള്ളവർ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് കപ്പയൊന്ന് തോല് ചെത്തിയെടുക്കാം കേട്ടോ. അങ്ങനത്തെ കപ്പയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. എൻ്റെ കൈ ഫുള്ളും അതിൻ്റെ ചെളി മൊത്തമായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പയൊക്കെ ഓരോന്ന് നല്ല വൃത്തിയിൽ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ കപ്പ ബിരിയാണി ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് വെക്കാനേ അറിയത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയും ഞാനങ്ങ് പഠിച്ചു പോയി. ഒരു വിധത്തിൽ തട്ടിക്കൂട്ടി വെക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ നല്ലപോലെ കഴുകി എടുത്തിട്ട് നമുക്കിതൊന്ന് നുറുക്കിയെടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നല്ലപോലെ വൃത്തിയിൽ കഴുകിയെടുത്തിട്ട് മാറ്റി വെക്കാം. പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളോട് പറയാതെ ഞാൻ കപ്പ വേവിച്ചതും പോരാണ്ട് ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തു. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മളെ വേവിച്ച കപ്പക്കൂട്ടും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച കപ്പയും കൂടിയിട്ട് മിക്സ് ചെയ്യുക. നല്ല പോലെ ഉടച്ച് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കറി ലീവ്സും മേലെ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ലേശം പെപ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ കപ്പ. താങ്ക് യു.